ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളുടെ ഗോകുലുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിട്ട് പോകുന്നു. അവിടെ എങ്ങനെയുണ്ട് അവസ്ഥ? നന്നായിട്ട് പോകുന്നു. ബ്രോ സിറ്റിയുടെ ട്രാൻസ്ഫർ വിൻഡോനെ പറ്റിയിട്ട് ചോദിക്കേണ്ടതുണ്ട്. മിഡ്ഫീൽഡിലേക്ക് റയൻ ചെർക്കി വന്നിട്ടുണ്ട്. പിന്നെ നിക്കോ ഗോൺസാലോസ് ഓൾമോസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ലെഫ്റ്റ് വിംഗില് ഐറ്റ്നൂരി. എന്താണ് ബ്രോ ഈ ഒരു വിൻഡോനെ പറ്റി പറയാനുള്ളത്? സിറ്റിക്ക് വേണ്ട പ്ലേയേഴ്സ് ഒക്കെ ആയോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ടീമായിട്ട് വരുന്നുണ്ടോ? ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ശരിക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ് ടു എ ലിമിറ്റ്. പക്ഷെ ഇനി നമുക്ക് ആക്ച്വലി ഫോർവേഡ് ലൈൻ ഇപ്പം ഇന്ന് കുറേ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. അതിലോട്ട് വരാം. അതുവരെ ഓവറോൾ ഒരു നല്ലൊരു വിൻഡോ ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ നടത്തിയ സൈനിങ്സ് ഒക്കെ ചെർക്കി ആണെങ്കിലും റൈൻഡേഴ്സ് എല്ലാവരും സ്പോട്ട് ഓൺ സൈനിങ്സ് ആയിരുന്നു. അവർ കഴിഞ്ഞ പ്രീ സീസൺ ഗെയിം ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ക്ലബ് വേൾഡ് കപ്പ് ഈവൻ നമ്മൾ അൽഹിലാലായിട്ട് തോറ്റെങ്കിലും പ്രോമിസിങ് ആയിട്ടാണ് തോന്നിയത് ആ ഒരു ടൂർണമെന്റ് എല്ലാം. ഈവൻ ആ ഒരു ഗെയിം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ടൂർണമെന്റ് ഒരു പ്രോമിസിങ് ആയിരുന്നു. ലാസ്റ്റ് സീസണിന്റെ ഒരു ഈവൻ നമ്മളുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ലാസ്റ്റ് സീസൺ വളരെ മോശമായിരുന്നു. ഈവൻ വി ഫിനിഷ് തേർഡ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ബെറ്റർ ആയിട്ടുണ്ട് ടീം എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ അഡീഷൻസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ വിചാരിച്ച സെവീഞ്ഞോ ആയിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സെവീഞ്ഞോ ഒരു പ്രത്യേകിച്ച് സ്പേഴ്സിലോട്ട് പോകുന്നുള്ള ആ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും ഞാൻ കരുതിയില്ല ഈ സീസൺ. അതിന് പകരം റോഡ്രിഗോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറ്റ്സ് റിയലി എ ഗുഡ് തിങ്. ബിക്കോസ് നമുക്ക് എപ്പോഴും കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടത് നമ്മളുടെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ടുള്ളത് ഒരു ഗോൾ സ്കോറിംഗ് വിങ്ങർ പ്രോപ്പർ ആയിട്ടില്ല. ഇപ്പൊ നമ്മളുടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നതിന് സെവിഞ്ഞോ ഡോക്കു രണ്ടുപേരും ദേ ആർ നോട്ട് ഗുഡ് ആൻഡ് സ്കോറിങ്. അത് നമുക്ക് ആക്ച്വലി വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. മർമൂഷ് വന്നു. മർമൂഷ് ക്യാൻ പ്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു നല്ലൊരു ഗോൾ സ്കോറിംഗ് വിങ്ങേഴ്സ് ഇല്ല. ഹാളണ്ട് മാത്രമേ ഉള്ളൂ ആസ് എ സെന്റർ ഫോർവേഡ്. അതുകൊണ്ട് ഇപ്പം നമ്മളൊരു ഇപ്പോൾ റോഡ്രിഗോ ആയിട്ട് നമുക്ക് ലിങ്ക്സ് ഒരു ഫെബ്രീസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ ഇസ് എ ഗുഡ് അഡീഷൻ. ഇവരെ ഈ ഒരു ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കംഫർട്ടബിൾ നല്ലൊരു വിൻഡോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഒരു പൊസിഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ലാക്കിംഗ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഒരു റൈറ്റ് ബാക്ക് ആണ്. നമുക്ക് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ല ഇപ്പം. റിക്കോ ലൂസ് ഉണ്ടെങ്കിലും ഹി ഈസ് നോട്ട് അപ് ടു ദാറ്റ് ലെവൽ. പെപ്പ് ശരിക്കും ന്യൂനസിന് ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു പൊസിഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പൊസിഷനും വിത്ത് റോഡ്രിഗോസ് ട്രാൻസ്ഫർ ഓൾ ഓക്കെ ആയിട്ടാണ് ടീം സെറ്റ് ആയിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. ബ്രോ ഗ്രീലിഷിനെ പറ്റിയിട്ട് ചോദിക്കണം. പുള്ളി വന്നു, വലിയ ഹൈപ്പോടെയാണ് സിറ്റിയിൽ വന്നത്. ഇനീഷ്യലി കുഴപ്പമില്ലാത്ത ഇമ്പാക്ട് വന്നു. പിന്നെ പതുക്കെ ഇഞ്ചുറി വന്നു. പുള്ളിക്ക് പ്രൈം ലെവലിൽ ചാൻസ് കിട്ടാതെയായി. പിന്നെ പുള്ളി ബെഞ്ചിലായി. കുറച്ചു കാലം ഇഞ്ചുറി ആയിട്ട് പുറത്തായിരുന്നു. ഇപ്പൊ എവർട്ടണിലേക്ക് ഒഫീഷ്യലായിട്ട് പോയിട്ടുണ്ട്. ബ്രോയുടെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ഗുഡ് മൂവ്, അല്ലെങ്കിൽ പുള്ളിക്ക് ചാൻസ് കിട്ടാത്തതിനെ കൊണ്ടാണോ മെയിനായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത? അത് ഇറ്റ്സ് എ ഗുഡ് ഫോർ ബോത്ത് പാർട്ടീസ്. സിറ്റിക്ക് ആണെങ്കിലും ഗ്രീലിഷിനാണെങ്കിലും അത് ആക്ച്വലി ഗുഡ് ആണ്. ഇപ്പോൾ ഗ്രീലിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് പ്ലെയർ 100 million സൈനിങ്. അതിൻ്റെ ഒരു പ്രഷറും അതിൻ്റെ ഒരു ഹൈപ്പും എക്സ്ട്രാ ആയിട്ട് ഗ്രീലിഷ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രൈസ് ടാഗിന് അത്രയ്ക്ക് പെർഫോം ചെയ്തില്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ നമ്മളുടെ ആ ഒരു ട്രിപ്പിൾ വിന്നിങ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീലിഷ് ഒരു ഇന്റഗ്രൽ പാർട്ടായിരുന്നു ആ ലെഫ്റ്റ് വിങ്ങിൽ. നമ്മൾ ആ ഒരു ഫ്രണ്ട് 3 നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ ഗ്രീലിഷും സെന്റർ ഫോർവേഡ് ഹോളണ്ടും എപ്പോഴും കളിച്ചിരുന്നു. റൈറ്റ് വിങ് മാത്രമാണ് നമ്മൾ ബെർണാഡോ സിൽവ, മാരസ് അങ്ങനെ ഒരു ചേഞ്ചസ് വന്നിരുന്നത്. അപ്പൊ ഈ ഒരു ചേഞ്ച് ഇപ്പൊ ഇങ്ങനെ അപ്പൊ എനിക്ക് ഗ്രീലിഷ് ആ ഒരു സീസൺ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീലിഷ് ആക്ച്വലി ബാക്കി സീസൺസ് ഒക്കെ അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ആണ് ആൾക്ക് ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ വന്നത്. ഹി ഹാഡ് ഹിസ് ഓൺ ആ ഒരു ഇഞ്ചുറി കൺസേൺസ് ആണ് ആക്ച്വലി ആൾ തിരിച്ചു വരും. പിന്നെ ഒന്ന് ടീമായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് പിന്നെ ഇഞ്ചേർഡ് ആവും. ഇഞ്ചുറി ആക്ച്വലി ഒരു അലട്ടിയിട്ടുണ്ട് ആള്. അതായിരിക്കും ആളുടെ പെർഫോമൻസിന് ഒരു ഇഷ്യൂ വന്നത്. ഈ ഒരു ആക്ച്വലി ഒരു ലോൺ മൂവ് ആക്ച്വലി നല്ലതാണ്. എവർട്ടണിൽ പോയി മേ ബി ആ ഒരു മെയിൻ പ്ലെയർ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റും. വില്ലയിൽ നോക്കി കഴിഞ്ഞാൽ ഹി വാസ് ദ മെയിൻ പ്ലെയർ. സിറ്റിയിൽ വന്നപ്പോൾ ഹി വാസ് വൺ ഓഫ് ദ മെനി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയത് ആൾക്കൊരു
ആക്ച്വലി സെറ്റായി കാണില്ല. സോ ഇനി എവർട്ടൺ പോയിട്ട് ഹോപ്പ്ഫുള്ളി ഹി ഡസ് വെൽ. പിന്നെ എനിക്ക് ഓൺസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ 50 million. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡീസെന്റ് ഡീൽ ഐ ഷുഡ് സേ. സോ കാരണം ആള് ഇതുവരെ തീരെ ആള് പെർഫോമൻസ് കഴിഞ്ഞ 2 സീസൺസ് ആയിട്ട് കുറവായിരുന്നു. സോ 50 million ബൈ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡീസെന്റ് ഡീൽ എന്നാണ് തോന്നുന്നത്. ബ്രോ, ഗോൾ കീപ്പറെ പറ്റിയിട്ടൊന്ന് ചോദിക്കണം. ചില സമയത്ത് പറയുന്നുണ്ടായിരുന്നു എഡേഴ്സൺ ഗലാറ്റസറായിലേക്ക് പോകുന്നു, ഡിസ്കഷൻ നടത്തി, കോണ്ടാക്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ ജെയിംസ് ട്രാഫോർഡിനെ വാങ്ങിച്ചു. പിന്നെ ഒരു ന്യൂസ് വന്നു, ഇല്ല എഡേഴ്സൺ ഈ സീസൺ കൂടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബ്രോയുടെ അഭിപ്രായത്തിൽ എന്തായിരുന്നു പ്രശ്നം? പുള്ളിക്ക് നിൽക്കാൻ താല്പര്യമില്ലേ, അല്ലെങ്കിൽ പുള്ളിക്ക് പുതിയ കോൺട്രാക്ട് കിട്ടുന്നതിനുള്ള പ്രശ്നമാണോ? എന്താണോ ഒരു ന്യൂസ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? അത് മെയിൻലി എഡേഴ്സന്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ സീസൺ ആണെങ്കിലും എഡേഴ്സൺ വളരെ മോശമായിരുന്നു, ഷോർട്ട് സ്റ്റോപ്പിംഗ് എസ്പെഷ്യലി. സോ അതുകൊണ്ടാണ്. പിന്നെ ടീമിന്റെ ഓവറോൾ പെർഫോമൻസും നമ്മളുടെ ഒരു XG കൺവേർഷൻ, ഓപ്പണൻസിന്റെ XG കൺവേർഷൻ ഒക്കെ വളരെ ഹൈ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എഡേഴ്സണിൽ ഉള്ള ഹോപ്പ് ഒരുപാട് കുറഞ്ഞിരുന്നു. സോ അതാണ് മെയിൻ റീസൺ ആളെ ഒരുപാട് ട്രാൻസ്ഫർ ടാർഗറ്റ് ആയിട്ട് വന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റെഫൻ ഒട്ടേഗ ആൻഡ് എഡേഴ്സൺ എന്നതിൽ ഒട്ടേഗ, കാരണം എഡേഴ്സൺ ഇസ് ദ ലീഡ് മെയിൻ കീപ്പർ. സോ ഈ ഒരു സിറ്റുവേഷനിൽ എഡേഴ്സൺ സ്റ്റേ ചെയ്തിട്ട് ഒട്ടേഗ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും ആ ഒരു ലീഡ് റോൾ നിന്നിട്ട് മേ ബി ട്രഫോർഡ് ക്യാൻ ഗിവ് എ കോമ്പറ്റീഷൻ, ആ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും എഡേഴ്സണിന്. സോ മേ ബി നെക്സ്റ്റ് സീസൺ ഒരു 1 സീസണോ 2 സീസണോ എഡേഴ്സൺ നിന്ന്, സോ ട്രഫോർഡ് ലൈക്ക് പതുക്കെ ഇൻറ്റഗ്രേറ്റ് ആയിട്ട് മെയിൻ ഫസ്റ്റ് ഗോൾ കീപ്പറായി മാറും. ബട്ട് ട്രഫോർഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഹി ഈസ് നോട്ട് ദാറ്റ് ഗുഡ് വിത്ത് ഹിസ് ഫീറ്റ് ത്രൂ. ആ ഒരു പ്രശ്നം ട്രഫോർഡിനുണ്ട്. സോ അതൊരു നമ്മളുടെ സിസ്റ്റത്തിലോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഷോർട്ട് സ്റ്റോപ്പിംഗ് ഹീസ് ഗുഡ്, പക്ഷേ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. സോ ഈ ഒരു സീസൺ അത് പെപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കും എന്നുള്ളതൊക്കെ കാണണം. സോ ഹോപ്പ്ഫുള്ളി അതൊരു എഡേഴ്സണ് നല്ലൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ പറ്റണം. സോ അങ്ങനെയാണ് എഡേഴ്സണും ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ എഡേഴ്സനെ പോലത്തെ ഒരു സീനിയർ ഗോൾ കീപ്പർ ഉള്ളത് ട്രഫോർഡിന്റെ ഇമ്പ്രൂവ്മെന്റിനും ഒരു നല്ലൊരു യൂസ് ആയിരിക്കും. അതെ ബ്രോ, മിഡ്ഫീൽഡിൽ റോഡ്രിക്ക് അലിലാൽ മാച്ചിൽ എന്തോ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നു. പക്ഷെ ഓൺലൈൻ നോക്കുമ്പോൾ ഒരു മേജർ ഇഞ്ചുറി അല്ല, പുള്ളി ട്രെയിൻ ചെയ്തു, പുള്ളി സെപ്റ്റംബറിൽ തിരിച്ചു വരുന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ബ്രോ സിറ്റുവേഷൻ? ഓക്കെ ആണോ, അല്ലെങ്കിൽ ഒരു ഫ്യൂ വീക്സിന്റെ മാത്രം പ്രശ്നമാണോ? അത് അങ്ങനെയാണ് തന്നെയാ തോന്നുന്നു. സെപ്റ്റംബർ 1 ഇന്റർനാഷണൽ ബ്രേക്ക് വരെ ഔട്ട് എന്നാണ് കാണുന്നത്. സോ അത് ആക്ച്വലി ആ ഒരു പെട്ടെന്നായിട്ട് സ്ലോലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് കളിപ്പിച്ചത് കൊണ്ടാവാം ആ ഒരു ഇഞ്ചുറി എന്ന് തോന്നുന്നു. സോ ഇനി ഇപ്പം നീക്കോ ഗോൺസാലസിന് ആക്ച്വലി ഇത് കഴിഞ്ഞ സീസൺ ഒന്നും തീരെ നീക്കോയെ യൂസ് ചെയ്തിരുന്നില്ല. സോ ഇനി ഒരു നമ്പർ 6 റോളിലോട്ട് നിക്കോയെ പ്രയോറിറ്റൈസ് ചെയ്ത് മേ ബി റോഡ്രി ഈവൻ വന്നാലും റോഡ്രിയെ പതുക്കെ കുറച്ച് മിനിറ്റ്സ് കൊടുത്ത് ഇമ്പ്രൂവ് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്ത് ടീമിലോട്ട് ഒരു ഫുൾ മിനിറ്റ്സ് കളിക്കാവുന്ന പോലെ ആക്കാൻ പറ്റും. സോ ഇനിയിപ്പം കഴിഞ്ഞ സീസൺ ആക്ച്വലി പെപ്പ് എന്താണെന്ന് അറിയില്ല, കാരണം ഹി വാസ് നോട്ട് ഗിവിങ് ഇനഫ് മിനിറ്റ്സ്. ആ ഒരു നീക്കോക്ക് ഇനഫ് മിനിറ്റ്സ് കൊടുക്കുന്നില്ല. ഇപ്പം ലാസ്റ്റ് പ്രീ സീസൺ ഗെയിമിലൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഈ സീസൺ തുടങ്ങുമ്പോൾ നമുക്കറിയാം എങ്ങനെ ആയിരിക്കും ആ ഒരു പ്ലാൻസ്. സോ നീക്കോ ഗോൺസാലസ് ആൻഡ് റൈൻഡേഴ്സ് ആ ഒരു മിഡ്ഫീൽഡ് 2 ആയിരിക്കണം ഒരു ഇനിയുള്ള ഫസ്റ്റ് ഫ്യൂ മാച്ചസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. ബ്രോ, ഡിഫൻസിൽ റൂബൻ ഡിയാസിന് പുതിയൊരു കോൺട്രാക്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ യങ്സ്റ്റേഴ്സും ഉണ്ട്, അതുകൂടാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഒരു മിക്സറാണ്. ലെഫ്റ്റ് ബാക്കില് ന്യൂരി ഉണ്ട്, ഇപ്പോ ജോൺസിനെ പോലത്തെ പ്ലെയർ ഉണ്ട്, റൂബൻ ഡിയാസ് ഉണ്ട്. ഇപ്പൊ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസിൽ കുറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ്, പക്ഷെ അവർക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. ബോർഡ് അഭിപ്രായത്തിൽ ഡിഫൻസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇനി അഡീഷൻസ് വേണോ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്? എസ്പെഷ്യലി റൈറ്റ് ബാക്കിൽ ഒരു അഡീഷൻ ഉണ്ടാവുന്നതാണ് ഏറ്റവും എനിക്ക് എൻ്റെ ഒപ്പീനിയൻ. കാരണം അപ്പോഴേ നമ്മുടെ വിൻഡോ ഒരു പെർഫെക്റ്റ് വിൻഡോ ആയി മാറുള്ളൂ. സോ സ്റ്റിൽ നമ്മൾ ആ റൈറ്റ് ബാക്ക് ലാക്കിംഗ് ആണ്. ന്യൂനസിന് എനിക്ക് തോന്നുന്നു ആ ഒരു റൈറ്റ് ബാക്കിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നും ന്യൂനസിൻ്റെ ഇല്ല. സോ നമുക്ക് ന്യൂനസിനെ ഒന്നും എസ്പെഷ്യലി ബിഗ് ഗെയിംസിലൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു റൈറ്റ് ബാക്ക് കൂടെ പ്രോപ്പർ റൈറ്റ് ബാക്ക് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് വിൻഡോ. പിന്നെ നമ്മൾ സെൻറ്റർ ബാക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോൺസ് ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നു, ആൾ ഫുള്ളി ഫിറ്റ് ആണെന്നാണ് പറയുന്നത്. സോ എങ്ങനെ അറിയില്ല, ആള് ഹീസ് ഫിറ്റ്, ഹീസ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ഇൻ ദി സിറ്റി ടീം. സോ ഞാൻ എപ്പോഴും സ്റ്റോൺസിനെ ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. മേ ബി
മോർ ദാൻ ഡിയാസ്. സോ ആള് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ബാക്ക് ലൈനിൽ ഒരു ഡിഫറെന്റ് എനർജിയാണ് സ്റ്റോൺസ് വന്നു കഴിഞ്ഞാൽ. സോ ആൾ ഇഞ്ചുറി അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ മൊത്തം ഡിഫെൻസീവ് ലൈനിന്റെ നമുക്കൊരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ മേ ബി സ്റ്റോൺസിന് റൈറ്റ് ബാക്ക് യൂസ് ചെയ്ത് നമ്മളുടെ ഒരു 2 സീസൺ മുന്നേ ഉള്ളതുപോലെ ഒരു റൈറ്റ് ബാക്കിൽ സ്റ്റോൺസ് ആയിട്ടും മേ ബി കുസനോവിനും റൈറ്റ് ബാക്ക് യൂസ് ചെയ്യാൻ പറ്റും. പേസി ആയതുകൊണ്ട് തന്നെ റൈറ്റ് ബാക്കിൽ കുസനോവും മേ ബി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈവൻ ഇഫ് റൈറ്റ് ബാക്ക് വന്നിട്ടില്ലെങ്കിലും ഓക്കെ ആണ്. സോ നമുക്ക് മാനേജബിൾ ആണ് അൺലെസ് ഇഫ് ഈ സ്റ്റോൺസിനൊന്നും ഇഞ്ചുറി വരാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ. ബ്രോ, അവസാനത്തെ ക്വസ്റ്റ്യൻ റയൻ ചെർക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലിയോണിൽ വെച്ചിട്ടും നാഷൻസ് ലീഗിലൊക്കെ പുള്ളിയുടെ കളി കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇൻഡിവിജ്വലി ഗെയിമൊക്കെ ചേഞ്ച് ചെയ്യാൻ നല്ല കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ഗോൾ അടിക്കാം, നല്ല അസിസ്റ്റ് കൊടുക്കും, പുറത്തുനിന്ന് അടിക്കാം, അകത്ത് കയറിയിട്ട് നല്ല രീതിയിൽ ബോളൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ബ്രോ, എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? ഒരു KBD പോയതിന് ശേഷം നിങ്ങൾക്ക് മിഡ്ഫീൽഡിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ റയൻ ചെർക്കി എന്ന് പറയുന്ന എല്ലാവരും ഈ ഒരു സീസണിൽ നോക്കുന്ന ഒരു പ്ലെയർ ആണ്. എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻസ് ഹൈ തന്നെയാണ്. സോ നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ചെർക്കിനെ നോക്കാൻ തുടങ്ങി, ആ കളി അനലൈസ് ചെയ്യാൻ തുടങ്ങിയത്. സോ അത് പ്രോമിസിങ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ടീമിലോട്ട് ഒരുപാട് മുന്നേ തൊട്ടേ കളിക്കുന്നത് പോലെയൊക്കെയാണ് കഴിഞ്ഞ ഗെയിംസിലൊക്കെ തോന്നിയത്. സോ പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ആകാൻ പറ്റുന്നുണ്ട് ടീമിൽ. പിന്നെ ആൾക്ക് അത്യാവശ്യം നല്ല വിഷൻ ഉണ്ട്, പിന്നെ യങ് ആണ്. അപ്പം വി ക്യാൻ ഇംപ്രൂവ് ഹിം. സോ ലാസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മെയിൻ പ്ലെയർ ഡിബ്രോയിൻ ആണ്. ഡിബ്രോയിൻ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി പ്രോൺ ആയിരുന്നു, ഒരുപാട് ടൈം ഇഞ്ചുറി ആയിട്ട് ഔട്ടായി. ആ ഒരു പ്രോബ്ലം ഇപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. കാരണം ചെക്ക് യങ് ആണ്, ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നും ഈ ഒരു ടൈമിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ ഹോപ്പ്ഫുള്ളി ആളെ ഒരു മെയിൻ നമ്പർ 10 ആയിട്ട് നമുക്ക് ടീമിൽ എപ്പോഴും കാണാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എക്സ്പെക്ടേഷൻസ് ഹൈ ആണ്. അതുപോലെ UCL ഇനി എങ്ങനെയായിരിക്കും ആളുടെ ഒരു റോൾ എങ്ങനെയായിരിക്കും എന്ന് ആണ് ഇനി കാണുന്നത്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തത്. നമുക്ക് എന്തായാലും മാച്ച് തുടങ്ങിയിട്ട് ഒരിക്കൽ കൂടി കാണാം. വോൾസുമായിട്ടാണ് ആദ്യത്തെ കളി, ടോട്ടനവുമായിട്ട് കളി വരുന്നുണ്ട്. സെക്കൻഡ് ഗെയിം കാണാം ബ്രോ. അതെ, നമുക്കത് അതിനടുത്ത് ഒരിക്കൽ കൂടി കാണാം ബ്രോ. ഓക്കെ, ബൈ. താങ്ക് യു, ബൈ.